മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരുടെ കൂട്ടായ്മയായ മൈൻഡ് ട്രസ്റ്റിൻ്റെ വാർത്താ ബുള്ളറ്റിൻ റീമൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിന. ഒപ്പം പെൻഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നവംബർ, ഡിസംബർ മാസങ്ങളിൽ 4 അംഗങ്ങൾക്കായി ആകെ 17,000 രൂപ നൽകാൻ സാധിച്ചു. കൂടാതെ സ്നേഹസമ്മാനം പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഡിസംബർ മാസത്തിൽ 19,000 രൂപ വിതരണം ചെയ്തു. സഹയാത്ര പ്രോജക്റ്റിൻ്റെ ഭാഗമായി നവംബർ മാസത്തിൽ ഒരു മാനുവൽ വീൽചെയറും ഡിസംബർ മാസത്തിൽ ഫെഡറൽ ബാങ്കിൻ്റെ CSR ഫണ്ട് വഴി മൈൻഡിലെ അംഗങ്ങൾക്ക് 10 ഇലക്ട്രിക് വീൽചെയറുകളും 5 ട്രാൻസ്ഫർ ചെയറുകളും 3 പേഷ്യൻ്റ് ട്രാൻസ്ഫർ ഹോയിസ്റ്റും ഒരു നിയോ മോഷൻ ഡിവൈസും വിതരണം ചെയ്തു. പ്രതിഥി പ്രോജക്റ്റിൻ്റെ നേതൃത്വത്തിൽ ജനറ്റിക് കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒരു സെഷൻ നവംബർ 13-ന് മെഡ്ജിനോം ലാബ്സിൻ്റെ ജനറ്റിക് കൗൺസിലറായ മാധവി ലതയുടെ നേതൃത്വത്തിൽ നടന്നു. ഡിസംബർ മാസത്തിൽ പ്രതിഥി കോർഡിനേറ്റർ ജെറിൻ ജോൺസൺ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ട് MD-SMA ബാധിതരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അപൂർവ രോഗബാധിതർക്ക് വേണ്ടി വരാൻ പോകുന്ന കെയർ എന്ന പദ്ധതിയിലേക്കുള്ള നിർദ്ദേശങ്ങൾ രേഖാമൂലം നൽകുകയും ചെയ്തു. കൂടാതെ നോഡൽ ഓഫീസറായ ഡോക്ടർ രാഹുലുമായുള്ള കൂടിക്കാഴ്ചയിൽ അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിൻ്റെ സാധ്യതകളെ പറ്റിയും ചർച്ച ചെയ്തു. സുശീലം പ്രോജക്റ്റിൻ്റെ കീഴിൽ പ്രാൺ പ്രോഗ്രാമിൻ്റെ ഭാഗമായി 10 കുട്ടികൾക്ക് മാസം തോറും ഫിസിയോതെറാപ്പി നൽകി വരുന്നു. ഇടം മാഗസിൻ്റെ ആകർഷകമായ ഒട്ടനവധി സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നവംബർ, ഡിസംബർ മാസത്തിലെ പുതിയ ലക്കങ്ങൾ പ്രസിദ്ധീകരിച്ചു. ലോക ഭിന്നശേഷി ദിനം പ്രമാണിച്ച് ഉണർവ് പ്രോജക്റ്റിൻ്റെ കീഴിൽ ഡിസംബർ 3-ന് ഭിന്നശേഷിക്കാരുടെ നിയമാവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും പറ്റി അഡ്വക്കേറ്റ് അരവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു അവബോധ സെമിനാർ സംഘടിപ്പിച്ചു. കൂടാതെ ഡിസംബർ 15-ന് മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരിൽ കണ്ടുവരുന്ന ഭക്ഷണമിറക്കാനുള്ള ബുദ്ധിമുട്ടിന് പരിഹാരമായിട്ടുള്ള സ്വലോയിങ് തെറാപ്പിയെക്കുറിച്ച് മുഹമ്മദ് ബാസിമിൻ്റെ നേതൃത്വത്തിൽ ഒരു സെക്ഷൻ സംഘടിപ്പിച്ചു. അവനി പ്രോജക്റ്റിൻ്റെ നിരന്തര ഇടപെടലുകളിലൂടെ തിരുവനന്തപുരം സ്വദേശിയുടെ വീട്ടിലേക്കുണ്ടായിരുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു. പ്രയാൺ പ്രോജക്റ്റിൻ്റെ ഭാഗമായി മൈൻഡിലെ 10 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അവരുടെ സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ജിംഗിൾ ബെൽസ് എന്ന പേരിൽ ഒരു വെർച്വൽ ക്രിസ്മസ് ഹോളിഡേ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂട്ടു വളണ്ടിയേഴ്സിൻ്റെ സഹകരണത്തോടുകൂടി ഡിസംബർ 2-ന് ഫെഡറൽ ബാങ്കിൻ്റെ CSR ഫണ്ടിലൂടെ ലഭ്യമാക്കിയ വീൽചെയർ വിതരണവും ഡിസംബർ 7-ന് പാലക്കാട് ജില്ലാ സംഗമവും വിജയകരമായി നടത്താൻ സാധിച്ചു. ഇതോടെ റീമൈൻഡ് ഇവിടെ പൂർണ്ണമായി. അടുത്ത മാസം കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.